ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. ഞാനൊരു കാത്ത് ലാബ് നഴ്സാണ്. കാത്ത് ലാബ് എന്താണെന്ന് ഐഡിയ ഇല്ലാത്ത കുറച്ച് ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പം എന്താണ് കാത്ത് ലാബ് എന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന പ്രൊസീജിയർ റൂമാണ് കാത്ത് ലാബ് എന്ന് പറയുന്നത്. അതായത് ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി മിക്കവരും കേട്ട് കാണുമല്ലോ. അതായത് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവിടെ സ്റ്റെൻറ്റ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാത്ത് ലാബ് എന്ന് പറയുമ്പം പേഷ്യൻസ് വരുന്നു, പ്രൊസീജിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഷ്യൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വളരെയധികം കുറവാണ്. പിന്നെ പേഷ്യൻ്റ് അതിനുശേഷം പ്രൊസീജിയറിന് ശേഷം ICU അല്ലെങ്കിൽ ഡേ കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫാണ് കൂടുതലായിട്ട് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വളരെയധികം കുറവായിരിക്കും. അതേപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ പേഷ്യൻ്റ് ടേബിളിൽ അനസ്തീഷ്യൊക്കെ കൊടുത്ത് കിടത്തിയ ഒരുമായിരിക്കും. അപ്പോൾ പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടും അവർ ഒരു അനസ്തീഷ്യയുടെ എഫക്റ്റ് വിട്ടുമാറിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് പിന്നെ ICUയിലെ സ്റ്റാഫാണ് കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ പേഷ്യൻസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് അതായത് അവരോട് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പറ്റുന്ന സമയത്തൊക്കെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പം കറൻ്റ്ലി ഞാൻ ICUയിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പേഷ്യൻസ് വരുമ്പം അവർ ഓരോ എക്സ്പീരിയൻസാണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക.